നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. ആഴ്ചകൾക്കിടയിൽ എല്ലാം തീർക്കാനിറങ്ങി 80 നാളുകൾക്ക് ശേഷവും കാര്യമായി പുരോഗതിയില്ലാതെ കുഴങ്ങുന്ന ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നേരിടുന്നത് രൂക്ഷ പ്രതിസന്ധി. ഭക്ഷണവും വൈദ്യുതിയും ആശുപത്രിയും അടക്കം എല്ലാം മുടക്കി തുടരുന്ന വംശഹത്യ ഓരോ നാളും കൂടുതൽ വ്യക്തതയോടെ ലോകം കാണുന്നതാണ് അധിനിവേശക്കാരെ ചോദ്യമുനയിൽ നിർത്തുന്നത്. ഗസയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലേറെ നാമാവശേഷമാക്കിയിട്ടും ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങൾക്ക് നേരെ ഇപ്പോഴും ഹമാസ് റോക്കറ്റ് വർഷം പതിവിൻപടിയാണ്. ടണലുകളും ഹമാസ് താവളങ്ങളും തകർത്തെന്ന് നിരന്തരം അവകാശവാദം മുഴക്കുന്നതല്ലാതെ 100-ലേറെ വരുന്ന ബന്ദികളിൽ ഒരാളെപ്പോലും മോചിപ്പിക്കുവാൻ സൈന്യത്തിനായിട്ടുമില്ല. എന്നു മാത്രമല്ല, വടക്കൻ ഗസയിലെ ഷുജായിൽ 3 ബന്ദികളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ ഇപ്പോഴും ഇസ്രായേൽ സൈനികർ എതിർപ്പ് നേരിടുകയാണ്. കൊല്ലപ്പെട്ട 4 ബന്ദികളെ ഏറ്റുവാങ്ങിയ മണിക്കൂറുകൾക്കകമായിരുന്നു ഇതെന്നുകൂടി ചേർത്ത് വായിക്കണം. കുട്ടികളും നിരപരാധികളുമെന്ന വ്യത്യാസമില്ലാതെ ഫലസ്തീനികൾക്കുമേൽ തുടരുന്ന കശാപ്പിനെതിരെ ലോകമെങ്ങും രൂക്ഷ എതിർപ്പ് ഉയരുമ്പോൾ പിന്തുണച്ച് രംഗത്ത് വരുവാൻ അമേരിക്കയ്ക്ക് പോലും പ്രയാസം നേരിടുന്നതായാണ് നിലവിലെ സ്ഥിതി. യൂറോപ്പിൽ ഏറ്റവും ശക്തമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ജർമ്മനിയിൽ പോലും 65% പേരും സർക്കാർ നിലപാടുകൾക്കെതിരാണെന്ന് പുതിയ അഭിപ്രായ സർവേകൾ പറയുന്നു. അയർലൻഡ് പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇസ്രായേൽ വിരുദ്ധത പരസ്യമാക്കിയവരാണ്. നേരത്തെ വൻതോതിൽ ഇസ്രായേലിനെ പിന്തുണച്ച ബ്രിട്ടനിലും എതിർപ്പ് കൂടിവരികയാണ്. അമേരിക്കയിൽ ഹാർവർഡ് ഹാരിസ് അഭിപ്രായ സർവേയിൽ യുവാക്കളിൽ 60% പേരും ഒക്ടോബറിലെ ഹമാസ് ആക്രമണം ശരിയാണെന്ന തീർപ്പിലേക്ക് മാറിയവരാണ്. മുഖ്യധാര മാധ്യമങ്ങളിൽ ഇസ്രായേൽ ക്രൂരതകൾ വളരെ പ്രാധാന്യത്തോടെ വരുന്ന അറബ് ലോകത്ത് സ്വാഭാവികമായും ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമാണ്. ലക്ഷങ്ങൾ പങ്കെടുത്ത പ്രകടനങ്ങൾ ഇപ്പോഴും ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിലെ പതിവ് കാഴ്ചയുമാണ്. എന്നാൽ പരമാവധി തമസ്കരിക്കുവാൻ മാധ്യമങ്ങൾ ശ്രമിച്ച യൂറോപ്പിലും അമേരിക്കയിലും അടക്കം വൻതോതിൽ ഇസ്രായേൽ വിരുദ്ധത അലയടിക്കുന്നതാണ് നെതന്യാഹുവിനെ കുഴച്ചത്. ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി ദശലക്ഷക്കണക്കിന് പേരാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഗസയിലെ വംശഹത്യക്കെതിരെ രംഗത്തുള്ളത്. ഇവ തടയാൻ ടിക്ടോക്ക്, മെറ്റ അധികൃതർക്ക് മുന്നിൽ പരാതിയുമായി ഇസ്രായേൽ എത്തിയത് വാർത്തയായിരുന്നു. ഇസ്രായേലിൽ ഇത്തരം സമൂഹ മാധ്യമ ഇടപെടലുകൾ ഏറെക്കുറെ അവസാനിപ്പിക്കാനായിട്ടുണ്ടെങ്കിലും പുറം ലോകത്ത് ഇതിന്റെ എതിർപ്പ് അനുദിനം കൂട്ടുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി. എല്ലാത്തിനും പുറമെ നെതന്യാഹുവും യുദ്ധമന്ത്രിസഭയും തമ്മിലെ ഭിന്നതകൾ പുറത്തുവിടാൻ രാജ്യത്തെ മാധ്യമങ്ങൾ തന്നെ മത്സരിക്കുന്നു. അതേസമയം ഗസയിൽ ഹമാസിനെ ഇല്ലാതാക്കുക സാധ്യമല്ലെന്ന് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി യഹൂദ് ഓൾമർട്ട് പറഞ്ഞു. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും യഹൂദ് ഓൾമർട്ട് ഹാരറ്റ്സിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെട്ടു. ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് ഇസ്രായേൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇസ്രായേലിന്റെ വരും ദിവസങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. ഗസയിലെ വംശഹത്യയാണ് പ്രധാന ലക്ഷ്യമെന്ന് നെതന്യാഹു സമ്മതിച്ചതു മുതൽ ഹമാസിനെ പരാജയപ്പെടുത്താനാവില്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതായി യഹൂദ് ലേഖനത്തിൽ പറയുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള ലക്ഷ്യം നെതന്യാഹുവിന്റെ മാത്രമാണ്. അത് ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ളതല്ല. ഗസ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് പോരാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെങ്കിലും ഹമാസിന്റെ നാശം അകലെയാണ്. അവരുടെ നേതാവ് യഹ്യ സിൻവർ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും അത് നേടാനാവില്ല. ഗസ മുൻപിലെ സ്ഥിതി വ്യത്യസ്തമാണെങ്കിൽ പോലും ഹമാസിന്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും അത് സൈനികമായി അസാധ്യമാണെന്ന് കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2014 യുദ്ധത്തിന് ശേഷം ഗസയുടെ മണ്ണിൽ മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങളുടെ ശൃംഖലയുണ്ടെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഇസ്രായേലി ഇന്റലിജൻസിന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഹമാസിന്റെ പരാജയം ഇപ്പോഴും കയ്യെത്താ ദൂരത്താണ്. ഒക്ടോബർ 7 യുദ്ധത്തിന് ശേഷം കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കൂടുതൽ സൈനികർ മരിക്കുകയും ഗസയിലെ നാശത്തിന്റെ കൂടുതൽ വേദനാജനകമായ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നതിനാൽ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ നാം പ്രതീക്ഷിക്കണം. ചിലത് അധിനിവേശത്തിൽ കനത്ത നിഴലുകൾ വീഴ്ത്തുന്നു. അത് ഏറ്റവും സൗഹൃദ രാജ്യങ്ങൾ പോലും കാണിച്ച പിന്തുണയെയും ക്ഷമയെയും മറികടക്കും. എന്താണ് ചെയ്യേണ്ടത്? ഇസ്രായേൽ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ബന്ദികളാക്കിയവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും തിരികെ കൊണ്ടുവരിക എന്നതാണ്. യുദ്ധത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കണമെന്ന് ഓൾമർട്ട് പറഞ്ഞു. അത് എല്ലാ ശത്രുതയും അവസാനിപ്പിക്കുവാനും ഗസയുടെ വിധി നിർണ്ണയിക്കുന്ന ചർച്ചകളിലൂടെ എല്ലാ ബന്ദികളെ തിരികെ കൊണ്ടുവരുവാനും പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധാനന്തരം ഹമാസ് പ്രസ്ഥാനം വളരെ ദുർബലമാകുന്നുവെന്നും എന്നാൽ ഗസയുടെ അതിർത്തിയിൽ അത് നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെതന്യാഹുവിനെ വിമർശിച്ച ഓൾമർട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാനാവില്ല എന്നും പറഞ്ഞു. ഇസ്രായേൽ സൈന്യം ഗസയിൽ യുദ്ധം ചെയ്യുകയും കനത്ത നാശനഷ്ടങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഹമാസിന്റെ നാശം ഉണ്ടാകില്ല, അദ്ദേഹം ലേഖനത്തിൽ എഴുതി. നന്ദി, നമസ്കാരം.